കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തുന്ന അവയവ കച്ചവടത്തിൽ സർക്കാർ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാർ. വിഷയം ഗൗരവതരമെന്നും വലിയ റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അവയവദാനത്തെ ബാധിക്കാത്ത തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അവയവ കച്ചവടം അംഗീകരിക്കാനാകില്ലെന്നും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയും പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സർക്കാർ പദ്ധതിയായ മൃതസഞ്ജീവനി മൃതാവസ്ഥയിലാണ്. ഇത്തരം സാഹചര്യത്തിന് ഒരു മൃതാവസ്ഥയിലായതാണ് കാരണമെന്നും കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിഡ് ചിറമേൽ വിമർശിച്ചു. UDF കൺവീനർ MM ഹസനും ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിന് വെളിയിലാണിത് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പല കാരണങ്ങളാൽ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് അവയവമാറ്റം നടത്തിയിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുറേ ആളുകളെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ റാക്കറ്റ് എത്ര കണ്ട് ശക്തമാണ് എന്നറിയാൻ വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വലിയ കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തടയാൻ വേണ്ടിയുള്ള ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വാർത്തകൾ കേട്ടിട്ടേ ഉള്ളൂ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ആരോഗ്യവകുപ്പ് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നിലപാടെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അന്വേഷിക്കണം. ആ അവയവ കച്ചവടം നടത്തുന്ന ആളുകളുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കണം. അവയവ കച്ചവടം ഗുരുതരമായ കുറ്റകൃത്യമാണ്. കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അതിന് നിങ്ങളടുത്ത് രേഖകളും തെളിവും ഉണ്ടാണ്. അതനുസരിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ, രേഖകളും തെളിവും ഉണ്ടെങ്കിൽ. ഇതിൽ രണ്ട് മേഖലയാണ് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് എത്തിക്സ് കമ്മിറ്റി, അത് സർക്കാർ നിയമിച്ചിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവരുടെ അനുവാദം ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിലും ട്രാൻസ്പ്ലാന്റേഷൻ നടക്കില്ല. അപ്പോൾ ആശുപത്രിയിൽ എത്തുന്നതിന് കാരണക്കാരാരാ? എത്തിക്സ് കമ്മിറ്റിയാണ്. അവരാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, അപ്പോൾ അവർക്കറിയാം എത്ര ട്രാൻസ്പ്ലാന്റേഷൻ ഈ ഒരു വർഷം നടക്കും. കംപ്ലീറ്റ് അത് അന്വേഷിക്കട്ടെ. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, ഇന്നലെ ന്യൂസ് മലയാളം ഈ തെളിവുകളും വാർത്തകളും പുറത്തുവിട്ടതിന് ശേഷം കേരളം ഈ അവയവ കച്ചവടം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം ലഭ്യമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നു. എങ്കിലും ബന്ധപ്പെട്ട വകുപ്പ് ഇതുവരെ അനങ്ങിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. ആരോഗ്യമന്ത്രി മൗനം തുടരുകയാണ്. ഒരു അന്വേഷണ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരത്തിൽ ഔദ്യോഗിക തലത്തിൽ അന്വേഷണത്തിനുള്ള ഉത്തരവുകൾ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ആ പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ടോ? ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചതായോ അന്വേഷണം ആരംഭിച്ചതായോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള പ്രഖ്യാപനങ്ങളോ വിവരങ്ങളോ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളോ ഉണ്ടാകുമോ എന്ന് നിരന്തരം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം വൈകുന്നേരം നമ്മൾ ആരോഗ്യമന്ത്രിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മീറ്റിംഗിലാണ് എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രിയുമായി അടുത്തുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ നിന്നും നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞത് വിഷയം പരിശോധിക്കണമെന്നാണ്, സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശമാണ് നമ്മളോട് പറഞ്ഞത്. ഒപ്പം അവയവദാനത്തെ ബാധിക്കാത്ത തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ഒപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം ഉയരുന്നുണ്ട്. നേരത്തെ MM ഹസൻ നമ്മളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ്. കുത്തഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ആരോഗ്യ രംഗം എന്നും MM ഹസൻ വിമർശിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ഒരാളായ ഫാദർ ഡേവിസ് തന്നെ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഈ മേഖലയിൽ മൃതസഞ്ജീവിനി മൃതാവസ്ഥയിലായി എന്നുള്ളതായിരുന്നു പ്രതികരണം. ഒപ്പം തന്നെ അവയവ കച്ചവടത്തെ ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ
പലതരത്തിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നുണ്ട്. ഏതായാലും ഒരു അന്വേഷണ പ്രഖ്യാപനം ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടാകും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ആരോഗ്യ വകുപ്പ് അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ, ഞങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് തെളിവുകളുടെ കൂനകൾക്ക് മുകളിൽ നിന്നാണ്, ആ തെളിവുകൾ തീർച്ചയായും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാൻ ഞങ്ങൾ ഒരുക്കവുമാണ്.